ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള മീൻ റോസ്റ്റാണ്. ഇതിലൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർത്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ചോറിൻ്റെയും ചപ്പാത്തിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഐറ്റമാണ്. ഞാനിപ്പോൾ അയില വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് നെയ്മീനോ അതുപോലെ തന്നെ ആവോലി ഏതിൽ വേണമെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും. ഇനി മീനിൽ മസാല പുരട്ടാനായിട്ട് 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും 1 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റുമാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് നല്ലപോലെ മിക്സ് ചെയ്ത് മീനിലേക്ക് പുരട്ടി കൊടുക്കാം. ഇനി മീനിലേക്ക് മസാല പിടിക്കാനായിട്ട് ഒരു അരമണിക്കൂറെങ്കിലും നമുക്കിതൊന്ന് മാറ്റി വെക്കണം. അതിൽ കൂടുതലായാലും അത്രയും നല്ലതാണ്. ഇനി ഒരു പാത്രം ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ തന്നെ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടാകുമ്പം അതിലേക്ക് നേരത്തെ മസാല പുരട്ടി വെച്ചിട്ട് മീനിട്ട് കൊടുക്കാം. നമുക്ക് മീൻ ഫ്രൈ ചെയ്യുമ്പം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഹൈ ഫ്ലെയിമിലിട്ടാൽ മീനിൻ്റെ ഉള്ളധികം വേവില്ല. അതുകൊണ്ട് മീഡിയത്തിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ മീനിൻ്റെ ഒരു ഭാഗമായിട്ടുണ്ട്. ഇനി തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ തന്നെ 2 ഭാഗവും ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ മീൻ ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. മീൻ ഫ്രൈ ചെയ്ത് വന്ന് ബാക്കിയുള്ള എണ്ണയിലേക്ക് കുറച്ച് കസൂർ മേത്തി ഇട്ട് കൊടുക്കുക. കസൂർ മേത്തി ഇല്ലെങ്കിൽ ഉലുവപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. ഇതാണ് ഇതിൻ്റെ ഒരു നല്ല ടേസ്റ്റ് കിട്ടുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ മീനിൽ മസാല പുരട്ടി വെച്ചിട്ടുള്ള ബാക്കി കുറച്ച് മസാല ഇതിലേക്ക് കൂടി ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ മൂപ്പിച്ചെടുത്ത് ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മീനിട്ട് കൊടുക്കുക. ഇനി മീനിൻ്റെ 2 ഭാഗവും തിരിച്ചും മറിച്ച് വിട്ട് ഇതിലേക്ക് ആ മസാല നല്ലപോലെ ഒന്ന് എല്ലായിടത്തും ആവുന്നവരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ മസാല ഫുള്ളായിട്ട് നമ്മൾ മീനിലേക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇനി ഈ പാത്രത്തിലേക്ക് തന്നെ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ചെറിയ വെളുത്തുള്ളി ആയതുകൊണ്ട് 15 അല്ലിയാണ് എടുത്തിട്ടുള്ളത്. വലുതാണെങ്കിൽ 10 മതിയാവും. ഇതൊരു ചെറിയ ബ്രൗൺ കളർ ആകുന്നവരെ വഴറ്റിയെടുക്കുക. ഇത്രയും മതിയാവും. ഇനി ഇതിലേക്ക് ഒരു വലിയ സവാള അരിഞ്ഞതും ഒരു 2 തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. വലിയ തക്കാളി ആണെങ്കിൽ ഒരെണ്ണം മതി. ചെറുതായതുകൊണ്ട് ഞാനിപ്പോൾ 2 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1-2 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. പച്ചമുളക് വേണമെങ്കിൽ ചേർത്താൽ മതി. ഇത് അത്യാവശ്യം നല്ല എരിവും പുളിയൊക്കെ ചേർന്നിട്ടുള്ള ഒരു റോസ്റ്റാണ്. ഇനി ഞാൻ തക്കാളി തൊലി കളഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഇതൊന്നും കൂടി വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് മീനിൽ മസാല വരട്ടിയ ബാക്കിയുള്ള മസാലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ നമ്മൾ തക്കാളി ചേർക്കുന്ന സമയത്ത് നല്ലപോലെ ചെറുതായിട്ട് വേണം നമ്മൾ പൊടി പോലെ അരിഞ്ഞിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. തക്കാളി കുറച്ച് നല്ലപോലെ വെന്ത് ഉടയണം. ഉള്ളി അത്ര ഉടയണ്ട. തക്കാളി നല്ലപോലെ ഉടഞ്ഞിട്ട് തന്നെ ഉണ്ടാവണം. ഇനി ഇതിലേക്ക് കുറച്ചും കൂടി പുളിവെള്ളം കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് വറ്റിച്ചെടുക്കാം. ഇതിപ്പോൾ നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് മല്ലിയിലയാണ്. മല്ലിയില കുറച്ച് പൊടിയായി അരിഞ്ഞതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയറും ലൈക്കും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇനി ഈ മസാലയിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മീനിട്ട് കൊടുക്കുക. ഇനി മീനിൻ്റെ 2 ഭാഗത്തും നമുക്ക് മസാല വെച്ച് കൊടുക്കുക. നമുക്ക് തിരിച്ചും മറിച്ചിട്ട് 1-2 മിനിറ്റ് ഒന്നും കൂടി വേവിച്ചെടുക്കാം. നല്ലൊരു പ്രത്യേക ടേസ്റ്റിലൊരു റോസ്റ്റാണ്. ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. ഇതിന് മുന്നേ ചെയ്തിട്ടുള്ള മീനിൻ്റെ വെറൈറ്റി ആയിട്ടുള്ള വീഡിയോ ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. അതും ഒരു വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസാണ്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.